ആ ചെരുപ്പവിടെ ഊരിട്, മണ്ണ് ചവിട്ട് കാലുള്ളൂ, ചെരുപ്പവിടെ ഊരിട്. നമുക്ക് തറെടുത്താൽ മതി, എന്നാലും അതിൽ വെള്ളം ഇറങ്ങുള്ളൂ. മങ്ങൾക്ക് കൃഷി ഒന്നും അറിയില്ല, ഞാൻ പഠിപ്പിച്ചിറങ്ങും. തക്കാളി ഉണ്ടായിട്ട് ഇൻഷാല്ല എല്ലാവർക്കും തക്കാളി മുളകൊക്കെ തരും. ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മൂച്ചി തൈയാണ്. നമ്മൾ നാട്ടിൽ വന്നതും പഞ്ചായത്തിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, മുളകിൻ്റെയും തക്കാളിയുടെയും വഴുതനങ്ങയുടെയും. അപ്പോൾ അത് നിലം റെഡിയാക്കി എങ്ങനെയാണ് നടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാനും ഉമ്മയും കൂടിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് തട ഉണ്ടാക്കാൻ പോണത്. പിന്നെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഉമ്മാക്ക് കിട്ടിയതുകൊണ്ട് എല്ലാം കൂടി നമുക്ക് ഇവിടെ എങ്ങനെയുണ്ട് നീളത്തിലൊരു 3-4 തട എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നടാൻ പറ്റും തോന്നുന്നുണ്ട്. ഇവിടെ മുമ്പ് ഇഞ്ചി മഞ്ഞളൊക്കെ നട്ട സ്ഥലമാണ്. ഇൻഷാല്ലാ ഈ ഭാഗം നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം. അതിന് മുന്നേ നല്ല ഉറപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കൊന്ന് ഉടച്ചെടുക്കണമെങ്കിൽ ആദ്യം ഇതൊന്ന് നനച്ചിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം ഒന്ന് ഇങ്ങനെ എന്താ വെള്ളം അടിച്ചിട്ട് നനച്ചിടാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേഗം കൊത്തിയാൽ കിട്ടും. ഓക്കെ, എവിടെ എടുക്കണ്ടേ പറയും, എന്താ ചെയ്യണ്ടേ പറഞ്ഞോളി. പക്ഷേ ഞാൻ ഇവിടെ മെയിൻ പണിക്കാം. നിങ്ങളൊന്നും വേണ്ടല്ലോ. അവിടെയൊക്കെ ഇപ്പൊ സാധനങ്ങളുണ്ട് അരിയിൽ. എന്ത് സാധനങ്ങൾ? അവിടെ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ ഇഞ്ചിയോ? ഇതിന് എന്ത് ഇഞ്ചിയാണ്? ഇഞ്ചി ആ ചെരുപ്പ് അവിടെ ഊരിട്, മണ്ണ് ചവിട്ട് കാലുള്ളൂ, ചെരുപ്പ് അവിടെ ഊരിട്. പിന്നെ ഇങ്ങനെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് അറിയാം, ടെസ്റ്റ് ചെയ്തതാണ്. ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നടക്കാൻ വിത്തും കഴിഞ്ഞാൽ അവിടെ വേണ്ട ഏരി വിക്കാസായിട്ട് കളക്കണോ അതോ? അതൊന്നും വേണ്ട. നമുക്ക് തറെടുത്താൽ മതി, എന്നാലും അതിൽ വെള്ളം ഇറങ്ങുള്ളൂ. മങ്ങൾക്ക് കൃഷി ഒന്നും അറിയില്ല, ഞാൻ പഠിപ്പിച്ചിറങ്ങും. ഇതാ മൊത്തം ഉടച്ച് കഴിഞ്ഞിരിക്കണ്. ഇത് മൊത്തം ഉടച്ചത് ഞാനാണ്. ചാരി എടുക്കാൻ വേണ്ടി ഒരാൾ വന്നിക്കാണ്. അമീൻ ആ സാധനങ്ങൾ എടുത്തു കൊടുത്തു അവിടെ പോയിട്ട്. വളം ഇടണപ്പം തന്നെ ആ തയ്യലുണ്ട് എടുത്തോണ്ടിരുന്നു. ഉമ്മച്ചിക്ക് അവിടെ ആവശ്യമില്ലാത്ത ഇങ്ങോട്ട് കൊണ്ടുവരും. അതല്ല ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമ്മൾ വളമിടൽ കഴിഞ്ഞു. ചെറിയ തോതിൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആട്ടുംകാട്ടായതുകൊണ്ട് നല്ല നനക്കം വേണ്ടി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കൈ വെച്ചിരിക്കുന്നു. അത് കേടത്തല്ലേ, അത് പോരാൻ പാടില്ല. എല്ലാവരും നേരത്തെ തന്നെ അത് സൈഡ് കയറ്റി എടുക്കുമ്പോൾ മെയിനാണ് വെച്ച് കയ്യേറ്റ് കാട്ടിയ പോലെ സംരക്ഷിക്കേണ്ട സാധനം. നമ്മളെ വിത്ത് നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തൽക്കാലം കുത്താനുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുറച്ച് പട്ട മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇത് അതുപോലെ ഇങ്ങനെ ചാല് കീറി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിൽ തൽക്കാലം വെള്ളം നിർത്തുകയാണ്. കാരണം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ മിക്കവാറും വാട്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മളെ കുട്ടു സ്കൂൾക്ക് പോകുന്നുണ്ട്. ഇട്ടുക ഒരു ഹായ് പറഞ്ഞ. ഞാനുണ്ട് അവിടെ, ഞാൻ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. മാഷാ അല്ലാഹ്. പിന്നെ നമ്മൾ വെള്ളം നിറയട്ടെ, നിറഞ്ഞ് അവിടെ എത്തണം. അങ്ങനെ പോയി നിൽക്കണം. ഇവിടെ നിറയണം, അവിടെ നിറയണം, എല്ലായിടത്തും നിറയണം, മൊത്തം നിറയണം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറികൾക്ക് അതാ ഒരു ദിവസം കഴിഞ്ഞു. മാഷാ അല്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരൊക്കെ നടന്ന അടയാളം കാണുന്നുണ്ട് കണ്ടോ. അതൊക്കെ എന്തോ കുറുക്കനോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ വലിയ വാട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒന്ന് ബൗണ്ടറി ഇട്ടിട്ടിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ആടുകൾ കോഴികളൊക്കെ
ഉള്ളത് കൊണ്ട് നമുക്കൊരു ബൗണ്ടറി വെച്ച് തിരിക്കാം. ഓക്കെ, അതെങ്ങനെ തിരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അതിൽ ഞങ്ങളിതാ ഈ സാധനങ്ങളാണ് നമ്മളിത് മറ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്തും. എങ്ങനെ ഞാൻ വൃത്തി തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ മറ കെട്ടലൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല തക്കാളി ഉണ്ടായിട്ട് കാണാം. കോഴിക്കൾ കടക്കാതിരിക്കാനാണ്. തക്കാളി ഉണ്ടായിട്ട് ഇൻഷാല്ല എല്ലാവർക്കും തക്കാളി മുളകൊക്കെ തരും. ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ മൂച്ചി തൈയാണ്. തെങ്ങൊക്കെ അത് ചെതറൊടിച്ച് പോണ്. പിന്നെ ഇതിപ്പോൾ എൻ്റെതാണ് മെയിനായിട്ട്. കുറച്ച് ഉമ്മാക്ക് കൊടുക്കണം. 10 തക്കാളി ഉണ്ടായാൽ 1-2 തക്കാളി ഉമ്മാക്ക് കൊടുക്കണം. ഉമ്മാക്ക് കുറേ ഉപയോഗിച്ചോട്ടെ, കറിയൊക്കെ വെച്ചോട്ടെ. ആണേ പുല്ല ഹബീബി അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണിത്. മാഷാ അല്ലാഹ് ഒരു ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചു. അത്യാവശ്യം 1-2 ഇലകളും വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല നനയും അത്യാവശ്യം വളവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കായ്ഫലം കിട്ടുന്ന നല്ല തൈകളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാണാം.